നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബാങ്കുകളും ഗവൺമെന്റും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് മനുഷ്യൻ തന്നെ മുന്നിലേക്ക് വെച്ച ആശയമായിരുന്നു ബിറ്റ്കോയിൻ. 2008 ഒക്ടോബറിൽ ഇതിന്റെ വൈറ്റ് പേപ്പറും പുറത്തിറക്കിയെന്ന് നമ്മൾ സംസാരിച്ചു. എന്നാൽ എന്താണ് ഈ വൈറ്റ് പേപ്പർ ഉള്ളത് നമുക്ക് നോക്കാം. 2008 ഒരു ദിവസം ലോകം മൊത്തത്തിൽ മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോഴും അറിഞ്ഞിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അവരവരെ തന്നെ വിളിച്ചത് സതോഷി നാക്കമോട്ടോ എന്നാണ്. വെറും 9 പേജ് മാത്രം വരുന്ന ഒരു വൈറ്റ് പേപ്പർ അവർ പുറത്തിറക്കി. അതിന്റെ ഉള്ളടക്കം വായിച്ചവർക്ക് മനസ്സിലായി ഇത് അസാധ്യമെന്ന്. ഒരു പുതിയ രീതിയിലുള്ള പണം, കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു പണം, ഗവൺമെന്റോ ബാങ്കുകളുടെ അധികാരത്തിൽ വരാത്തൊരു പണം, എ നെറ്റ്വർക്ക് ആൻഡ് എ സീരീസ് ഓഫ് സീരിയസ്ലി ക്രാഫ്റ്റഡ് കോഡ്സ്. ലോകം മൊത്തം കടുത്ത സാമ്പത്തിക മാന്ദ്യം. ബാങ്കുകൾ തകർന്നു. അവരെ രക്ഷിക്കാനായി ഗവൺമെന്റിൽ നെട്ടോട്ടം ഓടുന്നു. ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നാൽ ചില ആളുകൾ ആ 9 പേജ് മാത്രം വരുന്ന വൈറ്റ് പേപ്പറിനെ വളരെ അത്ഭുതകരമായാണ് നോക്കിക്കണ്ടത്. അത് ശ്രദ്ധിച്ച് വായിച്ചവർക്ക് മനസ്സിലായി ബിറ്റ്കോയിൻ എന്നത് ക്രിപ്റ്റോഗ്രഫി സംരക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പണമാണെന്ന്. അതിന്റെ ലഭ്യത ആർക്കും കുറയ്ക്കാനോ കൂട്ടാനോ സാധിക്കില്ലെന്ന്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം, അതായത് ജനുവരി 2009, ഒരു ചരിത്രപരമായ കാര്യം സംഭവിച്ചു. സതോഷി ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിലെ ആദ്യ ബ്ലോക്ക് മൈൻ ചെയ്തു. ഇതിനെ ഇന്ന് ജെനസിസ് ബ്ലോക്ക് എന്നറിയപ്പെടും. അതിൽ അവർ ഒരു മെസ്സേജ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: ദ ടൈംസ് 3rd January 2009, ചാൻസലർ ഓൺ ബ്രിങ്ക് ഓഫ് സെക്കൻഡ് ബെയിൽ ഔട്ട് ഫോർ ബാങ്ക്സ്.